മെട്രാ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദ പവർ ഓഫ് സറണ്ടേഡ് ലൈഫ്, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ട് 2 പോയിൻ്റാണ് അത് പറഞ്ഞത്. ഒന്ന്, ദൈവത്തിൻ്റെ ഡിസ്പോസൽ നമ്മളെ തന്നെ ആക്കുക, പഴയ പാപത്തിന് വീണ്ടും അടിമപ്പെടാതെ വണ്ണം നമ്മളെ ആക്കുക. രണ്ടാമത് പറഞ്ഞത്, സത്യം നമ്മളെ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി അത് നമ്മളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, എന്നുവെച്ചാൽ ദൈവത്തോട് അപേക്ഷിക്കുന്നതിനൊക്കെ ദൈവഹിതത്തിൽ നിന്ന് ദൈവം ഉത്തരം തരും എന്നുള്ള 2 ചിന്തകളാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്, ദ നെക്സ്റ്റ് റിസൾട്ട് ഓഫ് സറണ്ടേഡ് വിൽ ഈസ് ദ ഹാർട്ട് വിത്ത് അബണ്ടൻറ്റ് ജോയ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അബണ്ടൻറ്റ് ജോയ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു എന്നുള്ള, നമ്മുടെ സന്തോഷം വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഒരു സറണ്ടേഡ് ലൈഫിലുള്ളത്. നിങ്ങൾ നിരാശകൾ വരുമ്പോൾ തളർന്നു പോകത്തില്ല, പ്രതികൂലങ്ങൾ വരുമ്പോൾ തളർന്നു പോകത്തില്ല. നേരത്തെ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കണ്ടാണ് പൗലോസ് ശീലാസും തടസ്സപ്പെട്ട് അവിടെ കെട്ടി ജയിലിൽ കിടന്നപ്പോഴും അകത്ത് കിടന്നപ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ജോയ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴുള്ള അബണ്ടൻറ്റ് ജോയ്. യോഹന്നാൻ 15:10-11 വാക്യങ്ങളിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. 11-ാം വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വില്ലിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് സറണ്ടർ ചെയ്താൽ കർത്താവിൻ്റെ സന്തോഷം നമ്മളിലിരിക്കും, നമ്മളുടെ സന്തോഷം പൂർണ്ണമാകും. എന്ത് ഈ ഗിൽറ്റി കോൺഷ്യൻസ് പലപ്പോഴും നമുക്ക് വരുന്നത്, പാപം തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വ്യാകുലപ്പെടുകയാണ്. കാരണം തെറ്റിലേക്ക് പോയി വീഴുകയാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനം നമ്മളിലിരിക്കുമ്പോൾ നമ്മൾ തെറ്റിലകപ്പെടാതിരിക്കാനായിട്ട് ദൈവം നമ്മളെ കാക്കും. അങ്ങനെ വരുമ്പോഴാണ് അബണ്ടൻ്റ് ആയിട്ടുള്ള സന്തോഷം വരുന്നത്. വിക്ടറി ഓവർ സിൻ. എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അത് ഈ ലോകം തരുന്ന രീതിയിലുള്ളൊരു സന്തോഷം. ലോകത്തിലുള്ള സന്തോഷം എന്താണെന്നറിയാമല്ലോ, എപ്പോഴും ഒരു ടെമ്പററി ആയിട്ടൊരു സന്തോഷം. എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വെച്ച് അവർ കഴിച്ച ഉള്ളിയും ഗാർലിക്കും വില കൂടാതെ കഴിച്ചിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് അവർ പറയുക, നീ ഞങ്ങൾക്ക് എന്തുവാ ഈ മന്നയല്ലേ ഉള്ളൂ. അവരെന്തിനാ കൊണ്ടുപോകുന്നത്? കനാനിലെ പാലും തേനും നല്ല ഫൈൻ ഫ്ലോർ ഗോതമ്പും ഉള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അതൊന്നുമല്ല അവരുടെ ചിന്ത. ഞങ്ങൾ അവിടെ പണ്ട് കഴിച്ചത്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവത്തിലിരിക്കുന്ന പലരും ഇന്ന് പറയുന്ന ഇതായിരിക്കാം, പണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്, ഇന്നിവിടെ വന്നിട്ട് എന്തോ ഉള്ളേ, നിങ്ങളെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ ഉള്ളത്, ഞങ്ങൾക്കൊന്നുമില്ല, നിരാശയല്ലേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിരാശ വിട്ട് മാറത്തില്ല, ഒരിക്കലും പോകത്തില്ല. അവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് വന്നു കയറത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും ഒരിക്കലും അവർ കണ്ണുപോലും കാണത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇന്ന് ഈ കുറ്റവും കുന്നായ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ജീവിതം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. അനുഗ്രഹിക്കപ്പെടാൻ പണ്ടത്തെ കാലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അനുഗ്രഹിക്കപ്പെടാൻ അബണ്ടൻറ്റ് ജോയ് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ വില്ല്, നിങ്ങളുടെ ഇച്ഛാശക്തി ദൈവസന്നിധിയിൽ സറണ്ടേഡായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ മൂന്നാമത്തെ കാര്യം അബണ്ടൻറ്റ് ജോയ് ആണ്. അതാണ് നമ്മുടെ ജീവിതങ്ങളിലെ സറണ്ടേഡ് ലൈഫ്. ഈ സന്തോഷം വരുമ്പോൾ നമുക്ക് ഭയങ്കര പവറാണ് അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? സന്തോഷം വരുമ്പോൾ അറിയാതെ നമ്മൾ ആഹ്ലാദിക്കും. എന്തുകൊണ്ടാണ് ഈ അറിയാതെ ആഹ്ലാദിക്കുന്നത്? അറിയാതെ ആഹ്ലാദിക്കാൻ നമ്മുടെ ഉള്ളിലെ സന്തോഷം നുരഞ്ഞു പൊങ്ങുകയാണ്. കാരണം എന്താണ്? ഏത് സിറ്റുവേഷനായാലും എനിക്ക് പ്രയാസമില്ല, ദൈവം എന്നെ നടത്താൻ മതിയായിട്ടുള്ളതാണ്. ഇനിയും അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇത് ഒരുപാട് സംസാരിക്കാനുണ്ട്, എന്നാലും ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി തരും എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. The result of surrendered life in Christ, showing himself to us. ദൈവം നമ്മളെ തന്നെ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 14:21 എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു,
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ആൻഡ് വിൽ മാനിഫെസ്റ്റ് മൈസെൽഫ് ടു ഹിം. എന്നെ തന്നെ വെളിപ്പെടുത്തുക. ഇതൊരു വലിയ മിസ്റ്ററിയാണ്. യേശുക്രിസ്തു യേശുവിനെ തന്നെ എന്നെ വെളിപ്പെടുത്തുക. യേശു ഇതൊരു ഫുൾ പ്രോമിസായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാണ്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ 1 തെസ്സലോനിയൻസ് 4:16 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുവിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, യേശു ഇറങ്ങി വരും നമ്മളെ കൂട്ടിച്ചേർക്കാൻ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അത് വരാനുള്ളൊരു മാനിഫെസ്റ്റേഷനാണ്. അത് യേശുക്രിസ്തു ജീവിച്ച സമയത്തും യേശുക്രിസ്തു പലർക്കും വെളിപ്പെടുത്തി. യോഹന്നാൻ 14:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. ഇവിടെ 3 പേരുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം യേശുക്രിസ്തു പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. 23-ാം വാക്യത്തിൽ ഇത് നമ്മളെ ഒരുപാട് ബലപ്പെടുത്തേണ്ട ഒരു വാക്യമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. യേശു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. അപ്പോഴേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും നമ്മോട് കൂടെ, ഫുൾ മാനിഫെസ്റ്റേഷനാണ്. ഇത് വലിയൊരു കാര്യമാണ്. സറണ്ടേഡ് ലൈഫിൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവും ദൈവവും പിതാവും 3 പേര് നമ്മളോടൊപ്പം ഉണ്ട്. ഇതേ കാര്യം തന്നെ യോഹന്നാൻ 20 പറയുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തേറ്റ് കഴിഞ്ഞിട്ട് യേശു അവരുടെ നടുവിൽ വന്നു. ഒരു യഹൂദന്മാരെ പേടിച്ചവർ വാതിലടച്ച് ഇരിക്കുന്ന സമയത്ത് യേശു അവരുടെ നടുവിൽ വന്ന് 20:20 ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അവിടെ ശിഷ്യന്മാർ കർത്താവിൻ്റെ മാനിഫെസ്റ്റേഷൻ വന്നതിന് ശേഷം, കർത്താവിനെ കണ്ടതിന് ശേഷം സന്തോഷിച്ച കാര്യം പറയുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുക്രിസ്തു നമുക്ക് ഇന്നും വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ഇപ്പം ഞാനൊന്നും യേശുവിനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ആരാണ്ട് ഏതോ ഒരു ചിത്രം വരച്ചതോ ഒക്കെ പറഞ്ഞ് ഇതിങ്ങനെ യേശു ഇരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സീരിയലോ ഏതെങ്കിലുമൊക്കെ ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്നോ ഒക്കെ പറഞ്ഞ് ചില സീരിയലൊക്കെ കണ്ടിട്ട് അതിനകത്ത് യേശുവിനെ പറ്റി പോലെ ഏതോ രൂപത്തിൽ കണ്ട് അഭിനയിച്ച ഒരു യേശുവിനെ നിങ്ങളുടെ എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് അല്ലേ? എന്നാൽ യേശു കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തിയെങ്കിൽ യോഹന്നാൻ 14:21 പറയുന്ന പോലെ എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും എന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശു ഇന്നും ആളുകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു സറണ്ടേഡ് ലൈഫ് ഉണ്ടെങ്കിൽ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇന്ന് യേശു പലർക്കും പ്രത്യക്ഷനായതൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ സമയത്തും യേശു പലർക്കും പ്രത്യക്ഷനായതും നേരിട്ട് പ്രത്യക്ഷനായതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു എക്സ്പീരിയൻസ് ആയിത്തീരുന്നൊരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ചില പീഡനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, ചില കഷ്ടപ്പാടുകൾ കൂടി കടന്നു പോകുമ്പോൾ, ചില വേദനകൾ കൂടി കടന്നു പോകുമ്പോൾ യേശു നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഒപ്പമുണ്ട്, നിൻ്റെ വേദനകൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അകത്തുനിന്നൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരനുഭവം. ഇതാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് ഇന്നുമുണ്ട്. ഒരു സറണ്ടേഡ് ലൈഫിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവൂ. അല്ലാതെ അവിടെ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശു വന്ന് വെളിപ്പെടുത്തിയെടുത്തെല്ലാം തന്നെ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം യേശു മാത്രമല്ല, യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, പിതാവും ഉണ്ട്.
പരിശുദ്ധാത്മാവും ഉണ്ട് അതിനോടൊപ്പം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളിലെ ഓരോ വിശ്വാസിയുടെയും കൂടെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് 3 പേര് അവരുടെ പ്രസൻസ് ഉണ്ട്. അതുകൂടാതെ രാജാവ് ഉള്ളിടത്ത് കോലാഹലങ്ങളും ഉണ്ടാവും, അല്ലേ? അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പരീക്ഷയിൽ കൂടി കടന്നു പോവുകയും ഒരു ആപത്തിൽ കൂടി കടന്നു പോവുകയും ഒരു പൈശാചേറ്റാക്കളിൽ കൂടി കടന്നു പോവുകയും ചെയ്യുമ്പോഴേ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവും അറ്റ്ലീസ്റ്റ് മിനിമം 2 ദൂതന്മാരും ഉണ്ടാവും, 5 പേര് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭരിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. ഇത് നമുക്ക് ധൈര്യവും ശക്തിയും തരട്ടെ. അതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ആ രീതിയിലുള്ളതാണ്. ഇനി 5ാമത്തെ കാര്യം, എ സറണ്ടേർഡ് ലൈഫ്, അല്ലെ, ശക്തി. ദ നെക്സ്റ്റ് റിസൾട്ടിങ് ഈസ് ദ അബണ്ടൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറയൽ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത, അത് ദൈവത്തിൻ്റെ വചനത്തിലും എഴുതിയിട്ടുണ്ട്. അത് ഒരു സറണ്ടേർഡ് ലൈഫിൻ്റെ തെളിവാണ്. അപ്പോസ്തല പ്രവൃത്തി 5:32 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് സ്ക്രീനിൽ നിങ്ങൾ വായിക്കുക. അനുസരിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 5:32. അനുസരിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യു ഷാൽ റിസീവ് പവർ ആഫ്റ്റർ ദ ഹോളി ഗോസ്റ്റ് ഈസ് അപ്പോൺ യു. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൽ ഈൽഡ് ചെയ്യുമ്പോഴേ, ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴേ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ ആവാസം നിങ്ങൾ വരികയും ദൈവത്തിന് ഈൽഡ് ചെയ്യുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയും പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള വലിയൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രകാരം നമ്മൾ കൂടുതൽ ശക്തിയുള്ളവരായി തീരുകയാണ്. ദാറ്റ്സ് പവർ, ദ പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ്. അതിനൊരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവണം. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങളിലെ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തപേക്ഷിച്ചാൽ അവൻ നമുക്ക് അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അതിന് അവനോട് അപേക്ഷിക്കേണ്ട കാര്യം എന്താണ്? കർത്താവേ, ഞാൻ എന്നെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നു, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഡിസയർ ഫോർ മോർ ഫില്ലിങ്, കർത്താവിനാൽ നിറയ്ക്കുന്ന ഒരു അനുഭവം, അതാണ് നമുക്ക് ആവശ്യം. ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടി ഞാൻ വായിച്ചിട്ട് നമ്മൾ പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ് എന്നുള്ള ഹെഡിങ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ സറണ്ടറിങ് വഴിയാണ് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26:18 വാക്യം, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസിൻ്റെ വീണ്ടെടുപ്പ്, പൗലോസിനെ ദൈവം വിടുവിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നൊരു പ്രസംഗമാണ് അഗ്രിപ്പ രാജാവ് മുമ്പിൽ. അതിൽ ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന്, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന്, ഇൻഹെറിറ്റൻസ് എമംഗ് ദം വിച്ച് ആർ സാങ്ക്ടിഫൈഡ് ബൈ ഫെയ്ത്ത്. നമ്മൾ മറന്നു പോകരുത്, വിശുദ്ധീകരിക്കപ്പെട്ട ഓരോരുത്തരും, വിശുദ്ധീകരിക്കും നമ്മൾ ഏറ്റെടുത്ത ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലെ അവകാശം പ്രാപിക്കേണ്ടവരാണ് നമ്മൾ മറന്നുപോയത്. നമ്മൾ ദൈവത്തിൽ നിന്നൊരു അവകാശം പ്രാപിക്കണം. അതുകൊണ്ട് ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വരുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിക്കുക. ഈ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാക്യം നമ്മൾ വീണ്ടും ദ പവർ ഓഫ് മിഷൻ
അതിനകത്ത് നമ്മൾ വീണ്ടും ഇത് ചിന്തിക്കുക. ഈ വാക്യം ദ പവർ ഓഫ് മിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് വീണ്ടും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിൽ ചിന്തിക്കും. എന്നാൽ ഞാനിത് പറഞ്ഞ് ഇവിടെ എൻഡ് ചെയ്യുന്നത് ഏകദേശം പ്രധാനമായിട്ട് 5 പോയിന്റുകൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് പറഞ്ഞു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ ഡിസ്പോസലാകുമ്പോഴേ അവിടെ ശക്തിക്കും അനുഗ്രഹത്തിനും ഉള്ളൊരു രഹസ്യം, ഒരു സീക്രട്ടാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് നോളജിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്ന കാര്യം പറഞ്ഞു. നാലാമത് അബണ്ടൻറ്റ് ജോയിയെക്കുറിച്ച് പറഞ്ഞു. അബണ്ടൻറ്റ് ജോയ് എല്ലാ ഡിഫിക്കൽട്ട് സിറ്റുവേഷനകത്ത്. അഞ്ചാമത് പറഞ്ഞു വെളിപ്പെടുത്തുക. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സാമീപ്യം ദൈവം പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ പ്രയാസമായിട്ടുള്ള മേഖലകൾ കൂടി പോകുമ്പോഴേ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തി വെളിപ്പെടുത്തി തരുന്ന സറണ്ടേഡ് ലൈഫിലുള്ളതാണ്. ആറാമത് പറഞ്ഞ് ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ദൈവത്തിലേക്ക് വിധേയപ്പെടുത്തുന്നതനുസരിച്ച്, സറണ്ടർ ചെയ്യുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയുന്നു എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ദർ ഇസ് എ പവർ ഇൻ ദ സറണ്ടേഡ് ലൈഫ്. ഇനിയും നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിടുതൽ പ്രാപിപ്പാനായിട്ട് പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് പറയുകയാണ്, അതുകൊണ്ടാണ് നിനക്ക് വിടുതൽ സംഭവിക്കാത്തത്. ദൈവത്തിൻ്റെ സാമീപ്യം കൊതിക്കുന്ന വ്യക്തിയെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിനക്ക് നിറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും പാപത്തിൻ്റെ അടിമത്വത്തിലിരിക്കുന്ന ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് നീതിയുടെയും പരിശുദ്ധാത്മാവ് ശക്തിയുടെയും കീഴിൽ നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക. അപ്പോഴേ ദൈവ പ്രസൻ്റായിട്ട് ദൈവത്തിൻ്റെ ഫുൾ മാനിഫെസ്റ്റേഷൻ നിൻ്റെ സന്നിധിയിലുണ്ടാവും. ഒരിക്കൽ കർത്താവ് വന്നിനെ ചേർക്കും എന്നുള്ള പ്രത്യാശ നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ എല്ലാം ചേർത്ത് ക്രോഡീകരിച്ച് പറയുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലെ കർത്താവേ, നിൻ്റെ ശക്തി വലുതാവുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം അതിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനെ, വലിയ സന്തോഷം, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന സന്തോഷം, അതിലുപരിയായിട്ട് പ്രാർത്ഥനകളേക്ക് ഉത്തരം തരുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഡിസ്പോസലായിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ ആ ഗൈഡൻസും, ഹല്ലേലൂയ, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് വേണം കർത്താവേ? എന്നാലും കുരുടാക്കുന്ന സ്വഭാവം ഞങ്ങൾ പലപ്പോഴും പിശാച് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ആ ഉപേക്ഷിച്ച സാധനങ്ങൾ ഒക്കെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക കർത്താവേ. ആ മിസ്രൈമിൽ വില കൂടാതെ കഴിച്ച ആ ഉള്ളിയും ആ ചിറ്റുള്ളിയും ചീരുള്ളിയും ഒക്കെ ഇപ്പോഴും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കനാനിലെ പാലും തേനും ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പലപ്പോഴും പറയുക. ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആ ഫൈൻ ഫ്ലോർ, നല്ല മേത്തരമായ ഗോതമ്പിൻ്റെ ആ ഫ്ലോർ ഞങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുക. ഞങ്ങൾ ഞരങ്ങ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് എന്നും ഈ മന്ന മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് ചോദിച്ച് ഞങ്ങൾ ഞരങ്ങ കർത്താവേ. നിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുവാനായിട്ട്, പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുവാനായിട്ട് ആ ഹൃദയത്തിലുള്ള ആനന്ദവും സന്തോഷവും കർത്താവെ തിരിച്ചു തരണമേ. ആ ദാവീദ് പ്രാർത്ഥിച്ച പോലെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണം. സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് ജീവിതത്തിൽ അനേകം ആളുകളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആ ജീവിതത്തിൽ ആ സന്തോഷം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശക്തി തിരിച്ചു വരട്ടെ, ദ പവർ ഓഫ് സറണ്ടേഡ് ലൈഫ്, അത് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ ഒരുമിച്ചിരുന്ന്, ദൈവത്തിൻ്റെ ഡിസ്പോസലിലിരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ഞങ്ങളുടെ ഓരോ ഫീൽഡിലും ഡെലിവറൻസ് എടുക്കുവാൻ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ സഹായിക്കേണ്ട ഒരുത്തം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നുള്ള ഡെലിവറൻസ്, കുഞ്ഞുങ്ങളുടെ ഭാവിയിലുള്ള ഡെലിവറൻസ്, എൻ്റെ ജീവിതം മുമ്പോട്ടുള്ള എൻ്റെ പ്രയത്ന മേഖലകളിലുള്ള ഡെലിവറൻസ്, എൻ്റെ ബിസിനസ്സിലുള്ള തടസ്സം, എൻ്റെ ജോലിയിലുള്ള മുന്നോട്ടുള്ള സാധ്യതകളിലുള്ള തടസ്സം,
എൻ്റെ യാത്രയ്ക്കുള്ള തടസ്സം, എൻ്റെ നിരാശയുടെ ഘട്ടങ്ങൾ, എൻ്റെ രോഗങ്ങളുടെ ഘട്ടങ്ങൾ, എനിക്കെന്താണെന്നറിയത്തില്ല, എപ്പോഴും രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നതിലെല്ലാം ഒരു വലിയ റിലീസ് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, സറണ്ടേർഡ് ലൈഫിൻ്റെ ശക്തി, അത് എക്സസൈസ് ചെയ്യുവാനായിട്ട് ഈ പ്രിയ കേൾവിക്കാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ദൈവമേ കൃപ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ അവരെ സീൽ ചെയ്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുരുടാക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവേ നിൻ്റെ ലേപനത്താൽ നീ അത് ക്ലീൻ ചെയ്ത് കാഴ്ച കൊടുക്കുക കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കുവാനും കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് നിൻ്റെ ഇൻഹെറിറ്റൻസ് കർത്താവെ പ്രാപിപ്പാൻ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു റിലീസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ റിലീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഈ ദിവസങ്ങൾ പ്രകടമാകും. ഏകദേശം നമ്മൾ ആ 5-6 പോയിന്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പറയുകയായിരുന്നു. ദ പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചല്ലോ. നിങ്ങളുടെ ആ വിഷയങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ ദയവായിട്ട് അറിയിക്കുക. അതുപോലെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം വലിയ വിടുതലുകൾ തരും. ഇനി 1-2 പില്ലേഴ്സ് കൂടെ പറയാനായിട്ടുണ്ട്. ദ പവർ ഓഫ് അനോയിൻറ്റിങ്, ദ പവർ ഓഫ് മിഷൻ, ഇതെല്ലാം ഇനി പറയാനായിട്ടുള്ളതാണ്. തീർമാനമായിട്ട് ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞിട്ട് 10 മെസ്സേജസ്, വിടുതലിൻ്റെ 10 മെസ്സേജസ് ഉണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇത് കഴിയുമ്പോഴേ 50 എപ്പിസോഡിന് തീരത്തില്ല, അതിൽ കൂടുതൽ കാണും. ഇത് കഴിയുമ്പോഴേ നിങ്ങൾ ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു വിടുതൽ പ്രാപിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അറിയിച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.